ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്. നമ്മുടെ പഴയ സ്റ്റോറി മേക്കർ അല്ലേ, മൺമറഞ്ഞു പോയ വ്യക്തി. ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കുന്നത് എൻ്റെ പഴയ വളരെ ചെറിയ കാലത്ത് ഞാൻ ഈ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ട പോലെ ഓർക്കുന്നുണ്ട്. അത് ദൂരദർശനിലാണ് എനിക്ക് തോന്നുന്നത്. ഒരു 8 മണിയായപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്, രാത്രി. ആ സമയത്ത് ഈ പുള്ളിയുടെ ഇങ്ങനെ മാവിൻ്റെ താഴെ ഒരു ചെയറിലിങ്ങനെ ചാരുകസേലിങ്ങനെ കിടന്നിട്ട് ഒരാൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കും. ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ട്. പുള്ളി കുറച്ച് പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളി ഒരു ഇൻ്റർവ്യൂ ജസ്റ്റ് ഇങ്ങനെ ഒരു മെമ്മറിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. പുള്ളി എഴുതിയ കഥകളെല്ലാം എനിക്ക് തോന്നണേ കുറേയൊക്കെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ചെറിയൊരു ഷോട്ട് എടുത്തിട്ട് അത് സ്റ്റോറിയായി മാറ്റിയിരിക്കുകയായത്. ഞാനിത് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് കളർ ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേർഡ് പറയണതാണ് പ്രാക്ടീസ് എന്നുള്ള വേർഡ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണതാണ്. ഒരു റൈറ്ററിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ബുക്ക് വായിക്കുന്നത് ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ്. പുള്ളിയുടെ കഥകളിൽ ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം, കുറച്ച് കഥകൾ വായിച്ചിട്ടുള്ളൂ, പക്ഷേ അതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു മനുഷ്യത്വം അത് ചേർന്ന് നിൽപ്പുണ്ടാവും. അതൊരു വില്ലനാണെങ്കിൽ ശരി, ഇല്ലെങ്കിൽ അതൊരു ചതിയനോ ഇല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണെങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ ഒരു ശരി കാണിച്ചു തരുന്ന ഒരു കഥാപാത്രമാണ് പുള്ളി സെറ്റാക്കണത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കോ പോലെ ഹൃദയം പറിച്ചെടുക്കുന്ന ഒരു കഥാപാത്രങ്ങളല്ല പുള്ളി സൃഷ്ടിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഒരു ഇതാണ്. ജനറേഷൻ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ്. സ്ക്രിപ്റ്റുകളിൽ അല്ലെങ്കിൽ സ്റ്റോറീസിൽ വരുന്ന മാറ്റങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഞാനായിട്ട് ഒരിക്കൽ എഴുതി കൊടുത്ത ഒരു കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് മനോരമയിൽ ഞാൻ കൊടുത്തതാണ്. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇയേഴ്സ് ബാക്ക്, കുറച്ച് വർഷങ്ങൾ കടന്നുപോയതാണ്. പണ്ട് കാലം മുതലേ എനിക്ക് കഥകൾ കേൾക്കാനും അതുപോലെ തന്നെ കഥകൾ ചെറിയ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ ഉള്ള ആഗ്രഹങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരയ്ക്കുക, ഇല്ലെങ്കിൽ കാർട്ടൂൺ വരയ്ക്കുക, ഇല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്. എനിക്ക് അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. പിന്നെ അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു ജോലി എന്നുള്ള ഇത് വേണമെന്നുള്ളത് കൊണ്ട് അത് അങ്ങോട്ട് മൊത്തമായിട്ട് അതിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഒരു ബാക്കപ്പ് സ്റ്റഡീസൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്ത് പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കിങ്ങനെ ആ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ പിന്നെ എടുത്ത് വരയ്ക്കാനും, അതേപോലെ കാർട്ടൂൺ കുറേ വരച്ചിട്ടുണ്ട്. അതേപോലെ അങ്ങനത്തെ ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ തന്നെ തിരിച്ച് ഒരു വരവ് ഞാൻ തന്നെ ആക്കിയതാണ്. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ സമയം കടന്നുപോയി എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുടങ്ങാം, നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണത്. ഞാനിപ്പോൾ കഥേനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. ഞാൻ എഴുതിയ കഥയാണ്. ഒരു സമ്മറി പോലെയാണ് ഞാൻ ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു വീട്ടിൽ ഒരു 5 കഥാപാത്രങ്ങളാണുള്ളത്. അത് വരുന്നത് അച്ഛനും അമ്മയും പിന്നെ മോനും മോൻ്റെ ഭാര്യയും അതുകൂടാതെ 2 മക്കളുമാണ് വരുന്നത്. കഥ തുടങ്ങുന്നത് അച്ഛൻ മരിച്ച് ഉമ്മറത്തിങ്ങനെ കിടത്തിയേക്കണേണ്, വിളക്കത്തിച്ച് ഇങ്ങനെ കിടത്തിയേക്കണേണ്. അപ്പോൾ അമ്മയും മകനും കുറച്ച് മാറി ഇങ്ങനെ ഇരിപ്പുണ്ട്. ബാക്കി കുറേ ആൾക്കാരുകൾ വീടിൻ്റെ ഉമ്മറത്ത് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണേ, വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കണേണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പതുക്കെ മോൻ്റെ ചുവട്ടിലേക്ക് പറയണേണ്, മോനെ, ഇതിൽ കൂടുതലും അച്ഛൻ കടം കൊടുക്കാനുള്ള വ്യക്തികളാണ് വന്നിരിക്കുന്നത്. നമ്മളിനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് ആ മോൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അമ്മ ഇങ്ങനെ കണ്ണീരോടെ പറയണത്.
ഇവർ പാരമ്പര്യമായിട്ട് നല്ല സ്വത്തും ആസ്തിയൊക്കെയുള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷേ അച്ഛൻ മെയിനായിട്ട് ഈ ഷെയർ ട്രേഡിങ്ങിൻ്റെ വർക്കാണ് പുള്ളി ചെയ്യുന്നത്. കഥ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ 90 കാലഘട്ടങ്ങളിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളി കുറേ ഷെയർ മാർക്കറ്റ് കുറേ ഷെയർ പർച്ചേസ് ചെയ്തിടുകയും പിന്നെ അതുപോലെ നഷ്ടത്തിൽ അത് വിൽക്കുകയും ചെയ്ത് അങ്ങനെ ഒരു ലൈഫായിരുന്നു. അങ്ങനെ അവസാനം പുള്ളി കുറേ പണം അതിൽ നിന്ന് കുറേ നഷ്ടപ്പെട്ടു പോയായിരുന്നു. മകൻ വലുതായി, കല്യാണം കഴിച്ച് കുട്ടികളായി. അപ്പോൾ ശരിക്കും വർഷങ്ങൾ കടന്നു പോയെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നീട് കാണിക്കുന്നത് അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവരോടെല്ലാം സംസാരിച്ച് മകൻ ഇങ്ങനെ കുറച്ച് നേരം ഒറ്റയ്ക്കിരുന്ന് പിന്നീട് അച്ഛനൊരു മുറി ഉണ്ടായിരുന്നു, ഓഫീസ് റൂം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം മകൻ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറാറില്ല, അച്ഛൻ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. അങ്ങനെ മകൻ അതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പം നിറയെ പൊടി പിടിച്ച കുറേ ബുക്കുകളും ഒരു ബോർഡിൽ കുറേ കുത്തിക്കുറിച്ചിരിക്കുന്നു. അത് കൊടുക്കാനുള്ള പൈസയും പിന്നെ നഷ്ടങ്ങൾ, പുള്ളിക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടങ്ങളുടെ എല്ലാ കണക്കുകളും ഇങ്ങനെ ഭിത്തിയിലിങ്ങനെ എഴുതി ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ മകന് ഭയങ്കര ഒരു വിഷമം തോന്നി. അച്ഛൻ്റെ ഒരു ഫോട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് മകൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊർണ്ണായിരുന്നു. പെട്ടെന്ന് തന്നെ അമ്മയും ഭാര്യയും അവൻ്റെ മകനും മകളും കൂടി മുറിയുടെ അകത്തേക്ക് കയറി വരും. അവരെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇരുന്ന് അങ്ങോട്ട് പരസ്പരമൊക്കെ നോക്കിയും അത് കഴിഞ്ഞ് അമ്മ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പുള്ളിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി വിറ്റുകളഞ്ഞ സ്ഥലങ്ങളും അതേപോലെ തന്നെ കടം മേടിച്ചതും പലിശയൊക്കെ മേടിച്ചതും വട്ടപ്പലിശയൊക്കെ മേടിച്ചതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മകനിങ്ങനെ കേട്ട് കുറേ നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് മകൻ പിന്നെ പതുക്കെ അച്ഛനിരിക്കുന്ന ചെയറിൻ്റെ അടുത്തേക്ക് വന്ന് അവിടെ കുറേ ഡയറികൾ വെച്ചേക്കുന്നത് കണ്ടായിരുന്നു. ആ ഡയറിയിൽ ഒരു ഡയറി എടുത്ത് നോക്കി. അപ്പോൾ അതിൽ വാങ്ങിച്ച ഇതും വിറ്റുപോയ ഇതിൻ്റെ നഷ്ടത്തിൻ്റെ കണക്കുകളാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പുള്ളി ഇങ്ങനെ കുറേ 3-4 ഡയറികളെടുത്ത് അവസാനം ആദ്യം ഫസ്റ്റ് ഒരു ഡയറി ഇരിക്കണം താഴെ. ആ ഡയറി പുള്ളി ഇങ്ങനെ എടുക്കണേണ്. ആ ഡയറി എടുത്ത് പുള്ളി പതുക്കെ തുറന്ന് നോക്കാൻ നേരത്ത് ഒരു കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ കമ്പനി 10 രൂപയ്ക്ക് 50,000 രൂപയുടെ ഷെയറാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഏകദേശം 5 ലക്ഷം രൂപയോളം പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ 90 കാലഘട്ടങ്ങളിൽ. പിന്നീട് അതിനെ വിറ്റതിനെ കുറിച്ചുള്ള ഒരു പേപ്പറുകളും അതിൽ കണ്ടില്ല. അതുപോലെ ആ ഡയറിയിലൊന്നും എഴുതിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ആ മോൻ അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയെന്ന്. അമ്മ ഇങ്ങനെ അതിശയത്തോടെ നോക്കി, എന്താ മോനെ എന്ന് ചോദിച്ച്. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഒരു ഷെയറിൻ്റെ വില 2,000 മാറിയിട്ടുണ്ടായിരുന്നു. അതോടെ ഇന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അമ്മ ആ ഫോട്ടോയിലേക്ക് നോക്കി പൊട്ടിക്കരയണയാണ്. അവിടെ കഥ അവസാനിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഡ്രോയിങ് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാറുണ്ട്. ഈ കഥയുടെ ത്രെഡ് എനിക്ക് കിട്ടിയത് ഒരു മാർക്കറ്റിൽ 10 രൂപയുടെ ഒരു ഷെയർ ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വെറുതെ ആലോചിച്ചെടുത്ത് ഒരു സ്ക്രിപ്റ്റാണത്. ഓക്കെ, എൻ്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.